നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളുകയും കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തതിന് പിന്നാലെ സ്ത്രീ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ സാധ്യത. അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കിയിട്ടില്ല. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും കീഴടങ്ങുന്നതാകും നല്ലതെന്ന ഉപദേശം അടുപ്പമുള്ളവർ രാഹുലിന് നൽകിയെന്നാണ് സൂചന. 2 ഗുരുതര കേസുകൾ വന്നതോടെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത മങ്ങിയെന്നാണ് വിലയിരുത്തൽ. അതിനാൽ വൈകാതെ കീഴടങ്ങിയേക്കും. വ്യാജ പരാതിയാണെന്നുള്ള രാഹുലിന്റെ വാദങ്ങൾ തള്ളിയാണ് കോടതി വിധി. രാഹുലിനെതിരെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്തതും മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയെ ബാധിച്ചു. കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. നിലവിൽ സസ്പെൻഷൻ നടപടിയായിരുന്നു പാർട്ടി സ്വീകരിച്ചിരുന്നത്. എന്നാൽ മറ്റൊരു യുവതി കൂടി പരാതിയുമായി KPCCയെ തന്നെ സമീപിച്ചതോടെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു. വനിതാ നേതാക്കൾ ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന് K മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു. സമ്മർദ്ദം ശക്തമായതോടെയാണ് മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പുറത്താക്കൽ മാധ്യമങ്ങളെ അറിയിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ MLA സ്ഥാനം ഒഴിയുന്നതാകും നല്ലതെന്നും അഭിപ്രായപ്പെട്ടു. പുറത്താക്കൽ AICCയുടെ അനുമതിയോടെയാണെന്ന് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. MLA സ്ഥാനം ഒഴിയുന്നതാവും നല്ലതെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. പാർട്ടിയും കൈവിട്ടതോടെ കീഴടങ്ങുന്നതാവും നല്ലതെന്ന ചിന്ത രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ശക്തമാവുകയാണെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 8 ദിവസമായി ഒളിവിൽ കഴിയുകയാണ് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം MLAയെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇന്നൊരു വർഷം പൂർത്തിയാകുമ്പോഴാണ് കനത്ത തിരിച്ചടി. രാഹുലിനെതിരായ 2ാമത്തെ കേസിലെ അതിജീവിതയ്ക്ക് പോലീസ് നോട്ടീസ് അയച്ചു. മൊഴി നൽകാൻ കഴിയുന്ന സമയവും സ്ഥലവും അറിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത പരാതി അയച്ച മെയിലിലേക്ക് നോട്ടീസ് അയച്ചത്. മറുപടി ലഭിച്ചാൽ ഉടൻ തന്നെ മൊഴിയെടുക്കും. യുവതി KPCCക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. 2023 രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ക്രൂര പീഡനമാണ് നടത്തിയതെന്നുമാണ് FIRലുള്ളത്. അവധിക്ക് യുവതി നാട്ടിലെത്തിയപ്പോൾ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ടയിടത്ത് ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായെന്നും FIRൽ പറയുന്നു. പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ ബാംഗ്ലൂരിലെത്തിച്ച് മലയാളി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുണ്ട്. ഇയാൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തിയ കമിതാക്കളുടെ CCTV ദൃശ്യങ്ങളാണ് അശ്ലീല വെബ്സൈറ്റുകളിലും ടെലിഗ്രാം അക്കൗണ്ടുകളിലും പ്രചരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ KSFCയുടെ പരാതിയിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്തെ കൈരളി, നിള, ശ്രീ തിയേറ്ററുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് അശ്ലീല സൈറ്റുകളിലുള്ളത്. ഇതിനൊപ്പം ടെലിഗ്രാം ചാനലുകളിലൂടെയും ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. യമൻ തടഞ്ഞുവെച്ച മലയാളി അനിൽകുമാർ രവീന്ദ്രനെ മോചിപ്പിച്ചു. ആലപ്പുഴ കായംകുളം സ്വദേശിയാണ് അനിൽകുമാർ രവീന്ദ്രനെ മസ്കറ്റിലെത്തിച്ചതായും ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പലിലെ അംഗമായിരുന്നു അനിൽകുമാർ രവീന്ദ്രൻ. കപ്പലിലെ മറ്റ് 10 പേരെയും മോചിപ്പിച്ചു. താൻ യമനിലുണ്ടെന്ന് അനിൽകുമാർ കുടുംബത്തെ അറിയിച്ചെങ്കിലും പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രീക്ക് കമ്പനിയുടെ ലൈബീരിയൻ രജിസ്ട്രേഷനുള്ള എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത്. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 30ഓളം ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. തമിഴ്നാട് സ്വദേശി അടക്കം 6 പേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജോലി തടസ്സപ്പെടുത്തി സംഘർഷം സൃഷ്ടിച്ചതിന് 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചെമ്മനാട്, കീഴൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ക്രിമിനൽ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നത്. സംഘർഷത്തിൽ പരിക്കേറ്റയാൾക്ക് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകുന്നതിനിടെ പിന്തുടർന്നെത്തിയ സംഘം വീണ്ടും ആക്രമിച്ചിരുന്നു. പരിക്കേറ്റ ആളിനെ വനിതാ ഡോക്ടറുടെ ദേഹത്തേക്ക് ചവിട്ടി വീഴ്ത്തിയതിനെ തുടർന്ന് ഡോക്ടർക്കും പരിക്കേറ്റിരുന്നു. ഇതിനെതിരെ ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധിച്ചിരുന്നു. ട്രെയിനിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തിയാൽ 1000 രൂപ പിഴയോ 3 വർഷം തടവോ ശിക്ഷ ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ. ശബരിമല ഭക്തർ ട്രെയിനിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനുകളിലും കർപ്പൂരം കത്തിച്ചുള്ള പൂജകൾ നിരോധിച്ചത്. തീപ്പെട്ടി, ഗ്യാസ് സിലിണ്ടർ, പെട്രോൾ തുടങ്ങിയ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിനും വിലക്കുണ്ട്. ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 182 എന്ന നമ്പറിൽ പരാതിപ്പെടാം. ഉത്തർപ്രദേശിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ കാർ ഇടിച്ചു കയറി 4 MBBS വിദ്യാർത്ഥികൾ മരിച്ചു. അമ്രോഹയിൽ ഡൽഹി ലക്നോ ദേശീയപാതയിലാണ് സംഭവം. 4 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിന്റെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. മരിച്ച 4 പേരും വെങ്കടേശ്വർ സർവകലാശാലയിലെ MBBS വിദ്യാർത്ഥികളാണ്. കോളിവുഡിലെ പ്രമുഖ നിർമ്മാതാവ് AVM ശരവണൻ എന്ന ശരവണൻ സൂര്യമണി അന്തരിച്ചു. ചെന്നൈയിലായിരുന്നു അന്ത്യം. AVM പ്രൊഡക്ഷൻസിന്റെയും AVM സ്റ്റുഡിയോസിന്റെയും ഉടമയാണ്. വടപളനി AVM സ്റ്റുഡിയോയിൽ പൊതുദർശനം നടക്കും. മകൻ MS ഗുഹനും ചലച്ചിത്ര നിർമ്മാതാവാണ്. MGR, ശിവാജി ഗണേശൻ, രജനീകാന്ത്, കമൽഹാസൻ, വിജയ്, സൂര്യ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ AVM ശരവണൻ നിർമ്മിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിച്ച അപൂർവ ഇനം പക്ഷികളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടി. ഇന്ന് പുലർച്ചെയാണ് സംഭവം.
തായ്ലൻഡിൽ നിന്നാണ് 11 ഇനം പക്ഷികളെ കൊച്ചിയിലേക്ക് കടത്തിയത്. കോലാലംപൂരിൽ നിന്നെത്തിയ യാത്രക്കാരായ കുടുംബത്തെ എക്സിറ്റ് പോയിന്റിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ചെക്ക് ഇൻ ബാഗേജിൽ ഒളിപ്പിച്ചിരുന്ന പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിൽ പെടുന്നതാണ്. കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത കുടുംബത്തെയും പക്ഷികളെയും പിന്നീട് വനം വകുപ്പിന് കൈമാറി. കർണാടക ഗവർണർ തവർചന്ദ് ഗെലോട്ടിന്റെ ചെറുമകൻ ദേവേന്ദ്ര ഗെലോട്ടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ ദിവ്യ ഗെലോട്ട്. സ്ത്രീധന പീഡനം, കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം, മകളെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഭർത്താവിനെതിരെ ദിവ്യ ഉന്നയിച്ചത്. മകളെ തടവിലാക്കിയിരിക്കുകയാണെന്ന് കാണിച്ച് ദിവ്യ മധ്യപ്രദേശിലെ രത്ലം പോലീസ് സൂപ്രണ്ട് അമിത് കുമാറിന് പരാതി നൽകിയിരുന്നു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മകളെ സുരക്ഷിതമായി തിരികെ നൽകണമെന്നും ദിവ്യ പരാതിയിൽ ആവശ്യപ്പെട്ടു. ഭർത്താവ് മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമയാണെന്നും ഇക്കാര്യം മറച്ചുവെച്ചാണ് വിവാഹം നടത്തിയതെന്നും ദിവ്യ ആരോപിച്ചു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.